എവിടെയാണ് താൻ സ്റ്റേ ചെയ്ത്? ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് എവിടെയാ താമസിക്കുന്നതെന്നൊക്കെ. അതുകൊണ്ട് ഒന്നുകൂടി പറയാൻ പാടില്ല എന്നുണ്ടോ? എന്ത് പറ്റി ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ബാംഗ്ലൂരിൽ മറ്റൊരാൾ കൂടി തൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, ഹരിപ്രസാദ്. നിങ്ങൾ ഒരുമിച്ചായിരുന്നു താമസം, റിട്ടേൺ ട്രിപ്പ് ഒരുമിച്ചായിരുന്നു. ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അയാൾ പോയി. ഓ, ഇപ്പൊ മനസ്സിലായി. എനിക്കും മനസ്സിലാവുന്നു പലതും. എടുക്കാനുള്ളതെല്ലാം എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയാ വേണ്ടത്. ഞാൻ ഒന്നും പറയണ്ട. ഇപ്പൊ ഗെറ്റ് ഔട്ട് അടിക്കാത്തത് യതീന്ദ്ര സ്ഥലത്തില്ലാത്തോണ്ട് മാത്രമാ. യതിയേട്ടനോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? നന്ദനയല്ല, കാർത്തികയാണ് പുറത്തിറക്കി വിടേണ്ടത്. അയ്യോ, ഞാൻ പറഞ്ഞത് സത്യം. എക്സ്പ്ലനേഷൻ വേണ്ട. ബാംഗ്ലൂരിലായിരുന്നെന്ന് കാർത്തിക പറഞ്ഞ ഹരിപ്രസാദിനെ ഇന്നലെ ഞാൻ തൃശ്ശൂർ ടൗണിൽ വെച്ച് കണ്ടിരുന്നു. നന്ദനയ്ക്കുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തത് ഞാനാ. ഹരിയുടെ കാറിൽ ലിഫ്റ്റ് വാങ്ങി വീട്ടിലെത്തിയ വിവരവും നന്ദനെ അറിയിച്ചിരുന്നു. ഇനി എന്താണ് കാർത്തികയ്ക്ക് പറയാനുള്ളത്? പ്രഷർ കുക്കറിന്റെ വിസിൽ കേട്ടില്ലേ? ഞാൻ കേട്ടു. ഇപ്പൊ വരാമേ. എപ്പ എറിഞ്ഞാലും ഉന്നം തെറ്റും. അതറിഞ്ഞോണ്ട് വീണ്ടും എറിയും. സഹതാപാണ് തോന്നുന്നു. ആ, അത് പോട്ടെ. റെയിൽവേ സ്റ്റേഷനിൽ എന്നെ വിളിക്കാൻ വരാന്ന് പറഞ്ഞിട്ട് എവിടെയായിരുന്നു? ഞാൻ വിട്ടുപോയെന്ന്. 11 മണിക്ക് എവിടെയോ പോവാനുണ്ടെന്ന് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ എവിടെയാണെന്ന് മറന്നുപോയി. ഇക്കണക്കിന് എന്ത് വിശ്വസിച്ച് ഞാൻ കൂടെ വരും? എന്നെ എവിടെയെങ്കിലും നിർത്തി മറന്നിട്ട് കാറെടുത്ത് സ്ഥലം വിടുമല്ലോ. അതെന്തായാലും ഉണ്ടാവില്ല. മറന്നാലും കാറിന്റെ കാര്യം മറന്നിട്ട് തന്നെ കൊണ്ടായി ഞാൻ സ്ഥലം വിടും. നിനക്ക് പണി തരുന്നുണ്ടടി. സുഖവാസം കഴിഞ്ഞ് വരുന്നതല്ലേ, ശരിയാക്കി തരാം. ഒരു ചാൻസ് കിട്ടിയാ ഇതുപോലെ നിന്നെ ഞാൻ ജ്യൂസ് ആക്കും. ഈശ്വരാ, ദൈവമേ, അവൾക്ക് സന്താനഭാഗ്യം ഇല്ലാതെ പോണേ. ജ്യൂസ് കഴിക്കേ. വേണ്ട. വടക്കേ മുറ്റത്തെ മൂവാണ്ട മാമ്പഴത്തിന്റെ കഴിഞ്ഞ ദിവസം രാഘവൻ വന്നപ്പോ ഞാൻ കൊറേ മാങ്ങ പറിപ്പിച്ചു. എല്ലാം ഒരുപോലെ പഴുത്തു. ജ്യൂസ് വേണ്ടാത്തതുകൊണ്ടല്ല, എന്നോട് പിണങ്ങിയിട്ടാ നന്ദന കുടിക്കാത്തത്. എങ്ങനെ പിണങ്ങാതിരിക്കും? അത്തരത്തിലല്ലേ ചേച്ചിയുടെ ഒരു പ്രവൃത്തികള്. നട്ടാ കിളിർക്കാത്ത നുണകൾ പറയാ, അത് പിന്നെ സ്ഥാപിക്കാനായി അതിലും വലിയ നുണകൾ കണ്ടെത്തുക. ക്ഷമിക്കുന്നതിന് ഒരു അതിരുണ്ട്.
ഇതാദ്യമായിട്ടല്ലെന്ന് ഓർക്കണം. ഇതിന് തക്ക എന്ത് ദ്രോഹം ഞാൻ നിങ്ങളോട് ചെയ്തത്? ചേച്ചിയുടെ ഒരു കാര്യത്തിൽ ഇടപെടാൻ വരുന്നുമില്ല. ഇവിടെ ഒരാൾ എടുത്തുചാട്ടക്കാരനല്ല, അതുകൊണ്ട് ഇതിങ്ങനെ അവസാനിച്ചു. ഭാര്യ അന്യപുരുഷന്റെ കൂടെ ബാംഗ്ലൂരിൽ ഒരുമിച്ചായിരുന്നു എന്ന് കേട്ടാ സാധാരണ ഒരാളാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കലി തുള്ളിയിട്ട് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ കൊലപാതകം വരെ നടക്കും. അല്ല, അങ്ങനെ സംഭവിക്കണമെന്നായിരിക്കും കാർത്തികേശിയുടെ ആഗ്രഹം. അയ്യോ നന്ദനെ, എന്നാ പറ, എന്നെ അഭിനന്ദിക്കുന്നു കരുതിയിട്ടാണോ ഹരിയേട്ടന്റെ കാര്യം ഇവിടെ അവതരിപ്പിച്ചത്? ഞാനൊരു അവിവേകം കാണിച്ചത് സമ്മതിച്ചു. പക്ഷേ എനിക്ക് നന്ദനെ ദ്രോഹിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ജ്യൂസിൽ എന്തെങ്കിലും അലർജി പൊടി കലക്കി തന്നാ പോരെ? അല്ലെങ്കിൽ ഈ സീരിയലൊക്കെ കാണുന്ന പോലെ ഈ സ്റ്റെയർ കേസിൽ നിന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് നന്ദനെ താഴെ വീഴ്ത്തിയാ പോരെ? അത്തരം ക്രൂരതകളൊന്നും ഞാൻ കാണിക്കില്ല. എനിക്കതൊട്ട് അറിയേയില്ല. അതിലും വലിയ ക്രൂരതയാണ് അപവാദം പറയുന്നത്. അല്ല നന്ദനെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു അവസരം താ. ഒരു നല്ല കാര്യമാ മനസ്സിൽ ഉദ്ദേശിച്ചത്, അത് വർക്കൗട്ട് ആവാതെ പോയി. നന്ദന കുറെ ദിവസം ഇവിടെ ഇല്ലായിരുന്നല്ലോ, ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഒരിടവേളയ്ക്ക് ശേഷമുള്ള കൂടിക്കാഴ്ചയല്ലേ. ഉദയേട്ടൻ എങ്ങനെ പെരുമാറുമെന്നറിയാൻ ഒരാഗ്രഹം തോന്നി, ഒരു കൗതുകം. ഞാനും ഒരു പെണ്ണല്ലേ, സ്ത്രീ സഹജമായ ശകല അസൂയ ഉള്ളിലുണ്ടായിരുന്നെന്ന് കൂട്ടിക്കോളൂ. ചിലപ്പോഴൊക്കെ ഉദയേട്ടൻ നന്ദനയുടെ അടുത്ത് ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ. അതിന് ഞാൻ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങൾ പറഞ്ഞത് എന്തിനാ? ബാംഗ്ലൂരിൽ നിന്ന് ഹരിപ്രസാദും നന്ദനയും ഒരുമിച്ചാ വന്നതെന്ന് പറഞ്ഞതാരാ? അത് ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് വിചാരിക്കാനുള്ള കോമൺ സെൻസ് ഇല്ലേ ചേച്ചിക്ക്? എനിക്ക് കോമൺ സെൻസ് കുറവാണെന്ന് ഇനിയും മനസ്സിലായില്ലേ നന്ദനയ്ക്ക്? സംഭവിച്ചത് എന്താണെന്നറിയോ? ഉദയേട്ടന് നന്ദനയോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാനൊരു ടെസ്റ്റ് നടത്തിയതാ. ഭാര്യയുടെ പേരിനൊപ്പം ചേർത്ത് മറ്റൊരു പുരുഷന്റെ കാര്യം പറഞ്ഞ ഒരു ഭർത്താവ് സഹിക്കില്ല, നിന്ന് തിളയ്ക്കും. പക്ഷേ ഉദയേട്ടനും നന്ദനയും ഈ കാര്യത്തിൽ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. നിങ്ങൾ ജയിച്ചു, ഞാൻ തോറ്റു. നിങ്ങളുടെ പരസ്പര സ്നേഹം കണ്ട് എനിക്ക് അസൂയ തോന്നുന്നു നന്ദനെ. അസൂയ അല്ലെങ്കിലും ചേച്ചിയുടെ സ്വഭാവത്തിന്റെ ഭാഗമാണല്ലോ. കളിയാക്കണ്ട. ദേ, ഈ മാമ്പഴ ജ്യൂസ് എന്റെ ഒരു സോറി പറച്ചിലായി കരുതി നന്ദന കുടിക്കണം. ഞാൻ നന്ദനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ഇപ്പൊ എനിക്ക് വേണമെന്നില്ല. വെച്ചിരുന്ന പിന്നെ കൊള്ളില്ല, കൈപ്പാവും. ഇത് കുടിച്ചില്ലെങ്കിൽ എന്റെ സോറി നന്ദനെ അംഗീകരിച്ചിട്ടും ഇല്ലെന്ന അർത്ഥം. കുടിക്ക്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞില്ലേ? നമുക്കിത് ഷെയർ ചെയ്യാം. പകുതി ചേച്ചി കുടിക്കാം. അയ്യോ, എനിക്ക് പറ്റില്ല. അതെന്താ? ഞാൻ രാവിലെ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചതാ. 2 മാങ്ങ അല്ലാതെ കഴിച്ചു. ഇത് നന്ദന കുടിക്ക്. രുചിയോടെ നീ കുടിക്ക്. നിനക്കൊരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മരുന്ന് അതില്. മതി. അതങ്ങ് തീർക്ക്. വേണ്ട, മതി. എന്നാ വേണ്ട, എനിക്ക് സമാധാനമായി. ഇത്രയെങ്കിലും നന്ദന കുടിച്ചല്ലോ. പിന്നെ നന്ദനയ്ക്ക് സന്തോഷം തരുന്നൊരു കാര്യം പറയാനുണ്ട്. ഇത് പാരയല്ല, ഉള്ള കാര്യമാ. എന്താ? കഴിഞ്ഞൊരു ദിവസം ഉദയേട്ടൻ രാത്രിയിൽ വന്നത് നല്ലതുപോലെ കുടിച്ചിട്ടാ. നടക്കാൻ മേലായിരുന്നു, അത്രയ്ക്ക് ഫോമിലായിരുന്നു. ഇതാണോ എനിക്ക് സന്തോഷം തരുന്ന കാര്യം? പുള്ളി കുടിച്ചതേ നന്ദനെ കാണാത്തതിലുള്ള സങ്കടം സഹിക്ക വയ്യാഞ്ഞിട്ടാ. അത് കേൾക്കുന്നതൊരു സന്തോഷമല്ലേ? നമ്മൾ അടുത്തില്ലാത്തപ്പോ അതോർത്ത് നമ്മുടെ ഭർത്താവ് വിഷമിക്കുന്ന അറിയുമ്പോ ഏത് പെണ്ണിന്റെയും മനസ്സൊന്ന് കുളിരും. കുളിരില്ലേ? കുടിച്ചിട്ട് വന്ന ദിവസം ഇഷ്ടനൊരബദ്ധവും പറ്റി. എന്റെ മുറിയിൽ കയറി വന്നൂന്നേ. എന്നിട്ട്
അബദ്ധാണെന്ന് അറിഞ്ഞപ്പോ സോറി പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോയി. ആകെ ചമ്മി നാശമായില്ലേ. അല്ല, ഇനി ഇത് ചോദിക്കൊന്നും വേണ്ട, നാണക്കേടാ. കുറച്ചു കഴിഞ്ഞ് ഇതുപോലൊരു ഗ്ലാസ് മാമ്പഴ ജ്യൂസ് കൂടി എടുക്കട്ടെ? വേണ്ട. എന്നാ നാളെ ആവട്ടെ. ഇനി റെസ്റ്റ് എടുക്കട്ടോ. എന്താ ഒറ്റയ്ക്ക് മാറി നിന്നത്? കുറെ ദിവസം ഒറ്റയ്ക്കായിരുന്നല്ലോ ഞാൻ. അതിന്റെ തുടർച്ചയായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പൊ തുടരണ്ട. ബാംഗ്ലൂർ വിശേഷങ്ങൾ പറഞ്ഞില്ല. എന്ത് വിശേഷം? ഒറ്റ വാക്കി പറഞ്ഞ വിരസമായിരുന്നു. 2 വാക്ക് പറഞ്ഞാലോ? വളരെ വിരസമായിരുന്നു. ഒരുമിച്ച് പോയാ മതിയായിരുന്നു. അപ്പോ ഒരാൾക്ക് ഒരേ നിർബന്ധം. അടുത്ത തവണയാവട്ടെ, ഒരുമിച്ചായിരിക്കും യാത്ര. ഇപ്പൊ ഇങ്ങനെ പറയും. സമയാവുമ്പോ വിട്ടു നിൽക്കാൻ എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കും. ഒന്നുകിൽ നാടകം, അല്ലെങ്കിൽ JP, ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഒരു ജലദോഷം. ഇതൊന്നും ഞാൻ മനഃപൂർവ്വം കണ്ടുപിടിക്കുന്ന കാരണങ്ങളല്ല, സ്വാഭാവികമായി ഉണ്ടാവുന്ന കാര്യങ്ങളാ. സമ്മതിച്ചു. ലോഡ് ഷെഡിംഗ് ആയാലും പവർ കട്ട് ആയാലും കറണ്ട് ഇല്ലാതിരുന്നാ പോരെ. എങ്കിലിതാ പ്രോമിസ് ചെയ്യുന്നു, അടുത്ത യാത്ര നമ്മൾ ഒരുമിച്ചായിരിക്കും. അതിൽ മാറ്റമില്ല. ഇടയ്ക്ക് തന്റെ മനസ്സ് എങ്ങോട്ടൊന്ന് ഓടിപ്പോയി. ഒരു നിമിഷത്തേക്ക് എന്താ ഓർത്തത്? പണ്ടായിരുന്നു ഞാനിങ്ങനെ ആവശ്യപ്പെട്ടതെങ്കിൽ എന്താകുമായിരുന്നു ഓർത്തതാ. അങ്ങനെയായിരുന്നെങ്കിൽ ഈ വീട്ടിൽ ഭൂകമ്പം ഉണ്ടാവുമായിരുന്നു. ഒന്നിച്ചൊരു യാത്രന്നോ മറ്റോ മിണ്ടിയ വാളെടുത്ത് തുള്ളി ഉറയുമായിരുന്നു ഒരാള്. ഒരാളോ? ആരാണ് അയാൾ? ആരാണ് ആ വിദ്വാൻ എന്ന് പറയൂ. കണ്ണാടി നോക്കിയാ മതി, ആളിനെ കാണാം. എങ്കിൽ നേരെ എന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുക. അതെന്തിനാ? ഈ കണ്ണുകളിൽ ഞാൻ നോക്കാം. കണ്ണാടിയിലെ പോലെ പ്രതിബിംബം കാണട്ടെ. നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കണ്ണിലും മനസ്സിലും മറ്റൊരു പ്രതിബിംബവും ഇല്ല, ബിംബവും ഇല്ല. കാണാതിരുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് തന്നെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അകലെ ഇരിക്കുമ്പോഴാ അടുപ്പം കൂടുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു ഇംഗ്ലീഷ് സേയിങ് ഉണ്ട്, പറയട്ടെ? കേൾക്കാം. പ്രിയപ്പെട്ടവളിൽ നിന്ന് അകലും തോറും കാമുകൻ അവളെക്കുറിച്ച് ഓർക്കും, അവളെക്കുറിച്ച് മാത്രം ഓർക്കും. അപ്പോ കാമുകിയോ? കാമുകി അടുത്ത വീട്ടിലെ സുന്ദരനായ ചെറുപ്പക്കാരനെ കുറിച്ച് ഓർക്കും. ഓ, പെണ്ണിനെ താഴ്ത്തി കെട്ടുന്ന കാര്യത്തിൽ ഇംഗ്ലീഷുകാരനായാലും ഇന്ത്യക്കാരനായാലും ഒരുപോലെ. അവളുടെ സ്നേഹത്തിന് വില കുറച്ച് കാണിക്കും. അതിന് പറ്റിയ കഥകളും ഉണ്ടാക്കും. ഇതൊരു ജോക്കല്ലേ? ആ സെൻസിലെടുത്താ പോരെ? എന്നാ ഞാനൊരു മലയാളം പഴഞ്ചൊല്ല് പറയട്ടെ.
കേൾക്കാം. കണ്ണുള്ളപ്പോ കാഴ്ചയുടെ വില അറിയില്ല. മനസ്സിലായോ? ഞാൻ സ്ഥലത്തില്ലാതിരുന്നപ്പോ എന്നെ മിസ് ചെയ്യുന്നതായിട്ട് തോന്നി. ഓ അങ്ങനെ. എന്നാലേ ഈ കണ്ണുകൾ അടുത്തുള്ളപ്പോഴും ഞാൻ കാഴ്ചയുടെ വില അറിയുന്നുണ്ട്. ആ അറിവ് എൻജോയ് ചെയ്യുന്നുണ്ട്. എൻജോയ്മെന്റ് കുറഞ്ഞു പോയതുകൊണ്ടാണോ ഇവിടെ ചില ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് കേട്ടു? ഞാൻ ബാംഗ്ലൂരിലായിരുന്ന സമയത്ത് ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ടായിരുന്നല്ലേ? ഇൻഫർമേഷന്റെ ഉറവിടം പിടി കിട്ടി. വിഷയമൊന്നും മാറ്റണ്ട. എത്ര ദിവസം കഴിച്ചു? ഏയ് 5 ദിവസോ? ഏയ് ഒറ്റ ദിവസോ? അത് ചുമ്മാ. വ്യാഴാഴ്ച ഒരു ദിവസം മാത്രം വേണമെന്ന് വിചാരിച്ചതല്ല. അന്നെന്തോ വൈകുന്നേരം അമ്മയുടെ കാര്യങ്ങൾ ഓർത്തു വല്ലാത്തൊരു ശൂന്യത തോന്നി. തൻ്റെ ആബ്സൻസ് ആണെങ്കിൽ അങ്ങനെ. അമ്മയും ഭാര്യയും കുറിച്ചുള്ള വിചാരങ്ങൾ ചിറക് വെച്ച് പറക്കാൻ തുടങ്ങിയപ്പോൾ ആ ചിറക് അരിയണം തോന്നി. അപ്പൊ 2-3 ഡ്രിങ്ക് എടുത്തു. എന്നിട്ട് സെന്റിമെന്റ്സിന്റെ ചിറക് കൊഴിഞ്ഞു പോയോ? എവിടെ, കൂടുതൽ ശക്തിയോടെ ചിറകടിക്കാൻ തുടങ്ങി. ഒരു ചിറക് മുറിക്കാനുള്ള മൂർച്ച ലഹരിക്കില്ലെന്നിപ്പം മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇനി ആ പരീക്ഷണം വേണ്ട. വിലക്കാണോ? അല്ല, പേടിയാ. ഏയ് നിർത്തിക്കേ. മനീഷേ, പിന്നെ വീട്ടിലേക്ക് കണ്ടില്ലല്ലോ. ചോദ്യം കേട്ട് എന്നെയും കാത്തിരിക്കണം തോന്നുമല്ലോ. നന്ദന എത്തിയിട്ടുണ്ട്. ഓ, സൗകര്യം പോലെ ഞാൻ വന്ന് കണ്ടോളാം. നിക്ക് മനീഷേ, എങ്ങോട്ടാ ഇത്ര ധൃതി പിടിച്ചു പോകുന്നത്? ഒന്നുമില്ലെങ്കിലും കണ്ട ഉടനെ കാർ നിർത്തി ഞാൻ ഇറങ്ങി വന്നില്ലേ? അത് ഞാൻ പറഞ്ഞാണോ? എവിടുന്ന് കിട്ടി മനീഷിന് ഇത്രയും ദേഷ്യം? ആ, തൃപ്പൂണിത്തുറ ഭാഗത്തുനിന്ന് കിട്ടിയതാ. അവിടെ ദേഷ്യം വാങ്ങിക്കാൻ കിട്ടും. തൂക്കത്തിനാണ് വില. ഹ്യൂമർ സെൻസ് ഉണ്ട്. നല്ല കോമൺ സെൻസും ഉണ്ട്. പക്ഷേ ആ സെൻസ് ഒന്നും ഉദയേട്ടന്റെ അടുത്ത് ഏറ്റില്ല. നാടകത്തിന്റെ നമ്പർ ചീറ്റിപ്പോയില്ലേ? കുറച്ചുകൂടെ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യണമായിരുന്നു. തന്നെ കൊണ്ട് പറ്റുന്നതേ ചെയ്യാവൂ, അല്ലെങ്കിൽ പിടിവിടും. ഇനി സിനിമയുടെ നമ്പറാണ് ഉദയേട്ടന് മുമ്പിൽ ഇറക്കാൻ പോകുന്നത്. അല്ല, സർക്കസ്. അതില് മനീഷ് വിജയിക്കും. എല്ലാം ഒരു സർക്കസ് ആണല്ലോ. വളയോ ഇല്ലാതെ ചാടുന്ന ഐറ്റത്തിലെ അനിയൻ ശോഭിക്കും. അതെ, ഞാൻ എന്റെ അളിയന്റെ അടുത്ത് പല നമ്പരും കാണിക്കും. അതെന്റെ സൗകര്യം. ആർക്കും ഇടപെടേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ അളിയനെ എന്റെ ഭർത്താവിന്റെ ഏട്ടനാ. ഇടപെടേണ്ട ആവശ്യം എനിക്കുണ്ട്. നിങ്ങൾ ആദ്യം സ്വന്തം ഭർത്താവിന്റെ കാര്യം നോക്കി ചേച്ചി. അല്ല, പുള്ളിക്കാരൻ എന്താ നാട് വിട്ടു പോയത്? നാട് വിട്ടോ? ദുബായിൽ ഒന്നാന്തര ജോലിയില്ല ഏതിയേട്ടൻ. ഫുൾ ടൈം AC-യില, അറിയോ? ആ, ദുബായിലെ ജയിലിലും AC ഉണ്ട്. ദേ മനീഷേ, അതെ, നാട്ടിൽ ഉഴപ്പിയടിച്ച് നടന്ന കക്ഷിക്ക് പെട്ടെന്ന് ഗൾഫിൽ ജോലി ശരിയാവുക, ഉടനെ സ്ഥലം വിടുക. അതെ, മുങ്ങിയതാണെന്നൊരു പറച്ചിലുണ്ട്. എതിയിട്ട് മുങ്ങിയെന്നോ? ആരെ ഈ അനാവശ്യം പറഞ്ഞു പരത്തിയത്? പറഞ്ഞതല്ലാതെ പറഞ്ഞു പരത്തിയതായിട്ട് അറിവില്ല. അല്ല, വേണമെങ്കിൽ പരത്താം. വല്ല പെൺവിഷയത്തിലും പെട്ടതാണോ? ആ ഞെട്ടലിന് ഡോസ് കൂടുതലാണല്ലോ ചേച്ചി. അപ്പോ അതിലെന്തോ സത്യമുണ്ട്. സ്ത്രീ വിഷയം കാരണമാണ് മൂപ്പർ നാട് വിട്ടതല്ലേ?
ദേ വൃത്തിയോട് പറയല്ലേ മനുഷ്യേ, ആ ടൈപ്പ് അല്ല ഇതിയേട്ടൻ. ആ ആണെങ്കിലും എനിക്കൊന്നുമില്ല, നിങ്ങളല്ലേ അനുഭവിക്കുന്നത്. കുന്നത്തൂര ഗേറ്റിന് മുമ്പിൽ വല്ല പെണ്ണുങ്ങളും വന്ന് ഗർഭസത്യാഗ്രഹം തുടങ്ങരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ.